അതായത് പാട്ടും പാടും നടനുമാണ്, സർവകലാ വല്ലവനാണ് വിനീത്. ഞാൻ ഓക്കെ. കാവിൽ വന്നീലാരാ പൂരം കണ്ടീല, നാണക്കൈ കൊട്ടും നിൻ മേളവും കേട്ടീല. ഒരു ഗ്രാമത്തിന്റെ അടിസ്ഥാന ആരോഗ്യ പ്രവർത്തകയാണ് ആശാൻ. പ്രണയത്തിൽ എന്താ പുതുമ എന്ന് വെച്ചാൽ പ്രണയം തിരിച്ചും മറിച്ച് നമ്മൾ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമൂഹത്തിൽ തന്നെ ഉണ്ട് കഥകൾ, ആർക്കും ഒരു കഥാകാരനാവാം. അക്കര മുതുകത്ത് അങ്ങര് താനത്താലത്തെങ്കയിൽ 60 നരിയുണ്ട് 60 നരിയാൽ ഒരു നരി പെരുന്നരി പെരുന്നരി മുതുകത്ത് 60 നരയുണ്ട് 60 നരയാൽ ഒരു നര പെരുന്നര പൊരിയുടെ പെരുമലയാ. ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം തങ്ങളുടെ പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി അതിലെ ഒരു പ്രധാന കഥാപാത്രത്തെ അഭിനയിച്ച വിനീതേട്ടനും ഒപ്പം രചയിതാവ് നിസാം റാവുത്തറും നമ്മളോടൊപ്പം ചേരുന്നു. സ്വാഗതം ചേട്ടാ. എന്താണ് ഈ ഭാരത സർക്കാർ ഉൽപ്പന്നം? ആ ഉൽപ്പന്നം എന്താണ്? അതിൻ്റെ പേര് പോലെ തന്നെ വളരെ രസകരമായിട്ടുള്ള ഒരു മൂവിയാണ് ഭാരത സർക്കാർ ഉൽപ്പന്നം. പ്രത്യേകിച്ച് നമ്മുടെ ജനസംഖ്യാ നിയന്ത്രണമാണ് അതിൻ്റെ ഒരു പ്രധാന എലമെൻറ്റ്. നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തോളം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയതിനോളം പഴക്കമുണ്ട്. ഒന്നാം പഞ്ചവത്സരയുടെ പദ്ധതിയോടെ പഴക്കമുള്ളൊരു വിഷയമാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത് വളരെ രസകരമായിട്ട് ഒരു സമൂഹത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ നേർചിത്രമാണ് ഈ സിനിമ പറയുന്നത്. തീർച്ചയായും അതിലെ കഥാപാത്രം എത്രത്തോളം പ്രിയകരമാകുന്നു? ഇപ്പോൾ വിനീതേൻ്റെ കഥാപാത്രം എന്താണ് അതിനകത്ത്? അതിൽ സുഭാഷ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ഒരു സാധാരണ നാട്ടിൻപുറത്തെ ഒരു പെയിൻറ്റിങ് പണിക്ക് പോകുന്ന, എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് ജോലിയില്ലാതെ കണ്ട് പിന്നീട് ഞാൻ ഇതിപ്പോഴായിട്ട് ഓർത്തത് നിസാമിക്കയുടെ കൂടെ ഇരിക്കുമ്പോൾ കുറച്ച് ഡീറ്റെയിലിംഗ് കിട്ടുന്നത്. റൈറ്ററിൻ്റെ കൂടെ ഇരിക്കണോണ്ട് ഞാൻ കുറച്ചും കൂടെ ഒന്ന് ചിന്തിക്കാൻ തുടങ്ങിയത്. അത് എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് ജോലിയൊന്നും ആയിട്ടില്ല, അപ്പോൾ എന്നിട്ട് പെയിൻറ്റിങ് പണിക്ക് പോകുന്നു. അപ്പോൾ അതും സമൂഹത്തിൻ്റെ ഒരു പരിചയം. അതെ, മലയാള സിനിമകൾ എന്നും ഈ കാമ്പുള്ള സബ്ജക്റ്റുകൾ കൊണ്ട് എന്നും ലോക പ്രശസ്തി തന്നെ നേടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളൊക്കെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? അതിങ്ങനെ വന്നു പോകുന്നതാണ്. അതായത് നമ്മൾ ഈ കഥകൾ തേടിയിട്ട്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, കഥകൾ തേടിയിട്ട് നമ്മൾ അന്യഗ്രഹങ്ങളിലൊന്നും പോകണ്ട. നമ്മുടെ ഈ മണ്ണിൽ തന്നെയുണ്ട് കഥകൾ, നമുക്കിടയിലുണ്ട് കഥകൾ. അത് കണ്ടെടുത്താൽ മാത്രം മതി. വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് എലമെൻറ്റുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്രത്യേകിച്ച് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള, അതോടൊപ്പം തന്നെ രസകരമാക്കാവുന്ന ഒരുപാട് സിനിമകൾ നമ്മുടെ ജീവിതത്തിലുടനീളമുണ്ട്. അപ്പോൾ അത് കണ്ടെടുക്കുക എന്നുള്ളിടത്താണ് ഒരു സിനിമയുടെ വിജയം. ഇപ്പോൾ വിനീതനാണ് ഫിലിം മേക്കറുമാണ്, ഒരു റൈറ്ററൊക്കെയാണ്. എന്താണ് ഈ ചിത്രത്തിലേക്ക് ആകർഷിച്ച ആ ഒരു ഘടകം എന്താണ്? എനിക്ക് പൊതുവിൽ ആക്ഷേപഹാസ്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഇതിനകത്ത് അതിൻ്റേതായിട്ടുള്ള ഒരു കുറേ എലമെൻറ്റുകളുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങിങ്ങായിട്ട് പൊടിക്ക് ഒരു ആക്ഷേപഹാസ്യത്തിൻ്റെ ഒരു എലമെൻറ്റ് കിടക്കുന്നുണ്ട്. അപ്പം എനിക്ക് അതിൻ്റെ ഒരു ഒരു അസ്കിത ഉണ്ടെന്ന് വേണമെങ്കിൽ കൂട്ടാം. അതെ അതെ അതെ. അപ്പോൾ അതിനൊക്കെ നമ്മളെന്താ പറയുക, ഞാൻ ആദ്യമേ തൊട്ട് അങ്ങനെയുള്ള സിനിമകൾ കാണാനും അങ്ങനെയുള്ള സിനിമകൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചൊരു സാമൂഹ്യ ബോധം നന്നായിട്ട് വേണം. നമുക്ക് സമൂഹത്തിനെ കുറിച്ചുള്ള നല്ല ധാരണ വേണം. അതിനെ രസകരമായിട്ട് എങ്ങനെ പറയാം എന്നുള്ളൊരു സെൻസും കൂടെ വേണം, ഒരു സെൻസ് ഓഫ് ഹ്യൂമറും കൂടെ വേണം. അപ്പം അത് എളുപ്പമല്ല ആ സാധനങ്ങൾ ചെയ്യാനായിട്ട്. ഇപ്പോൾ പണ്ട് ശ്രീനിവാസൻ സിനിമകളിലൊക്കെ അത് വളരെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. രഘുനാഥ് പലേരയുടെ സിനിമകളിൽ ഭയങ്കര പൊന്മുട്ടയിടുന്ന താറാവ്, ഇവരെന്നോട് ആദ്യമേ പൊന്മുട്ടയിടുന്ന താറാവൊക്കെ പോലത്തെ ഒരു ഇത് എന്നുള്ളതൊരു പറഞ്ഞിരുന്നു. പിന്നെ മണ്ടയിലൊക്കെ അങ്ങനത്തെ യോഗി ബാബു അങ്ങനത്തെ രസകരമായിട്ടുള്ള ഒരു പശ്ചാത്തലമുണ്ട്. പിന്നെ ഇവർ ചൂസ് ചെയ്യുന്ന ആളുകളെ വെറുതെ അല്ല ചൂസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഇപ്പോൾ സിനിമാറ്റോഗ്രാഫറിന് അവർ വളരെ നോക്കിയിട്ടാണ് അൻസർ ഷാനെ ഇത് ചെയ്യുന്നത്. അല്ലെങ്കിൽ മ്യൂസിക് ചെയ്യുന്ന അജ്മൽ ഹസബുള്ള പുരുഷപ്രേതൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ അങ്കിത് മേനോൻ ഇപ്പോൾ മ്യൂസിക് ചെയ്യുന്നു. അപ്പോൾ ഇവരെല്ലാം ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഞാനും അത്യാവശ്യം ഇങ്ങനെ നോക്കുന്ന ആളുകളാണ് ഇവരൊക്കെ. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ, പിന്നെ കാസ്റ്റ് ആൻഡ് ക്രൂവിലായാലും അത്യാവശ്യം നല്ല ആളുകളെ, വളരെ പ്രോമിസിംഗ് ആയ ഒരു കാസ്റ്റിംഗ് നമുക്ക് കാണാം. സുബീഷ് ഏട്ടൻ, ദർശന ചേച്ചി, ഗൗരി കിഷൻ, അതിനേക്കാളുള്ള ഉപരി ടി വി രഞ്ജിത്ത് എന്ന സംവിധായകനെ പറ്റി ആയിരിക്കും നമ്മൾ പറയേണ്ടത്. ആദ്യത്തെ ചിത്രമാണല്ലേ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചിത്രമാണ്. എന്തായാലും ആ സംവിധായകൻ ശ്രദ്ധിക്കപ്പെടും, ഉറപ്പാണ്.
ഞാൻ രഞ്ജിത്തേട്ടൻ പിന്നെ ഒരുപാട് സിനിമകൾ അസോസിയേറ്റും അസിസ്റ്റന്റും ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ വേണു സാറിന്റെ അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴാണ് ഞാൻ അവരെന്താണ് ചെയ്തിരുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാനിങ്ങനെ പോയി ചോദിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ആൾക്ക് ഒരുപാട് ആക്ടേഴ്സിൻ്റെ കൂടെ ഒക്കെ ഇടപഴകിയിട്ടുള്ള പരിചയമൊക്കെ ഉണ്ട്. അപ്പം എന്നോട് എപ്പോഴും ഒരു നെടുമുടി വേണുചേട്ടനെ പറ്റി സംസാരിക്കും. എന്നെ പടം കണ്ടു കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് വേണുചേട്ടൻ്റെ കുറേ നിന്നെ കണ്ടു കഴിയുമ്പോൾ വേണുചേട്ടൻ്റെ കുറച്ച് മാനറസൊക്കെ എനിക്ക് ഓർമ്മ വരും. അപ്പോൾ ഞാനിതിപ്പോഴും പറയാം, ഞാൻ കൂത്ത് പറയുമ്പോൾ എന്നോട് എല്ലാവരും പറയും നിങ്ങൾ നെടുമുടി വേണുവിൻ്റെ സൗണ്ടൊക്കെ പോലെ ഉണ്ടെന്ന് പറയാം എന്നോട്. കൂത്ത് എൻ്റെ രൂപത്തൊക്കെ കണ്ടിട്ടൊക്കെ കുറേ പേര് ഇങ്ങനെ പറയാറുണ്ട് നെടുമുടി വേണുചേട്ടൻ്റെ ഇതുണ്ടെന്നൊക്കെ പറയും. അപ്പോൾ ഈ രഞ്ജിത്തേട്ടൻ എപ്പോഴും നമ്മൾ അങ്ങനെ വന്ന് നമ്മൾ വളരെ ഇതായിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ട് ഇത് ചെയ്യിപ്പിക്കുന്ന ഒരാളാണ്. അഭിനയത്തിലായാലും പുള്ളി നമ്മളുടെ അടുത്ത് വന്നിട്ട് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും, ഇന്നത് വേണ്ട ഇങ്ങനെ ചെയ്തു നോക്കുന്നൊക്കെ പറഞ്ഞിട്ട്. പുള്ളിയുടെ ഒരു കൈയടക്കവും ഒരു ലാളിത്യവും ഒക്കെ ഈ സിനിമയ്ക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ എക്സ്പീരിയൻസ്, വർക്ക് എക്സ്പീരിയൻസ്, ഒരുപാട് സിനിമകൾ അസോസിയേറ്റ് ആയിട്ടൊക്കെ നിന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഈ സിനിമയിൽ തീർച്ചയായിട്ടും കാണാൻ പറ്റും. തീർച്ചയായും ഇപ്പോൾ ഈ പറഞ്ഞല്ലോ ഈ വലിയൊരു താരനിര തന്നെയുണ്ട്. ഇപ്പം പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് തന്നെ വിളിക്കാവുന്ന ഗൗരി കൃഷ്ണനെ പോലെ ഒരു നടിയുണ്ട്. അതേപോലെ ഇപ്പോൾ വിനീതേട്ടനുണ്ട്, ദർശനയുണ്ട്, എന്തോ ലാൽ ജോസ് സാർ ഉൾപ്പെടെ വലിയൊരു കാസ്റ്റ് തന്നെ. ഇപ്പൊ ഹരീഷ് കണാരൻ നായകനായിട്ട് വരുന്ന സുബീഷ് ഏട്ടനാണ്. അപ്പം ഇവരെല്ലാം ഒന്ന് നേരൊക്കെ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ എങ്ങനെയായിരിക്കും? ഇതൊരു നായക പിന്നെ മറ്റേ ആക്ടേഴ്സ് അങ്ങനെ കേന്ദ്രീകൃതമായ സിനിമയല്ല, ഇതിന്റെ കണ്ടന്റാണ് പ്രധാനമായിട്ടും. സുബീഷ് തീർച്ചയായിട്ടും ഈ സിനിമയിൽ ഒരു മെയിൻ റോള് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സിനിമ ഒരു കണ്ടന്റ് ഓറിയഡാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് പറ്റുന്ന ആക്ടേഴ്സിനെയാണ് നമ്മൾ പിന്നെ സെലക്ട് ചെയ്തതും അതിൽ അഭിനയിപ്പിച്ചിട്ടുള്ളതും. അപ്പം അതാണ് നമ്മളൊരു കണ്ടന്റ് ഓറിയഡ്. ആ കാസ്റ്റിങ്ങിന് പറ്റും. ഇപ്പോൾ വിനീതൊക്കെ വരാൻ കാര്യം അതിൻ്റെ കാസ്റ്റിങ് കറക്റ്റ് ആയതുകൊണ്ടാണ്. ഞാൻ തന്നെയാണ് വിനീതിനെ വിളിച്ചിട്ട് പിന്നെ സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ തന്നെ വിനീത് ഇതിന് വർക്കായി. അപ്പം പെട്ടെന്ന് വന്നു, അത് ചെയ്തു. അപ്പം എല്ലാവരെയും ആ കാസ്റ്റിങ്ങിന് വിനീതൊക്കെ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു. റൈറ്റർ തന്നെ അത്രയും കോൺഫിഡൻ്റ് ആണ് ഈ സബ്ജക്റ്റിൽ. അപ്പോൾ ഈ ട്രെയിലറും ടീസറും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഓവർ പോപ്പുലേഷൻ ആണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് തോന്നുന്നു. അത് തന്നെയാണോ അതിൻ്റെ ഒരു സബ്ജക്റ്റ്? അതോ പോപ്പുലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ്, ഇതുവരെയും ആരും പറയാത്ത ഒരു, അതായത് ഈ ലോകത്ത് തന്നെ വളരെ ആദ്യമായി പറയുന്ന ഒരു സബ്ജക്റ്റാണ്. എങ്ങനെ ജനസംഖ്യ നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്നു, ജനസംഖ്യാ പെരുപ്പം, അതിൻ്റെ നിയന്ത്രണം, അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അതൊക്കെയാണ് ഒരു കുടുംബജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇതെല്ലാം പറയുന്നത്. അപ്പോൾ ഒരു ഗ്രാമത്തിൻ്റെയും ഒരു കുടുംബത്തിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിലാണ് അത് സബ്ജക്റ്റ് പറയുന്നത്. നമ്മളിപ്പം പറയുന്നൊരു കാര്യമാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, അങ്ങനത്തെ കുറച്ച് ടേംസ് ഒക്കെ ഇപ്പോൾ യൂസ് ചെയ്യുന്നു. പണ്ടൊക്കെ കണ്ട സിനിമകളിൽ നമ്മൾ അങ്ങനെയൊന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നു. അപ്പം ഇങ്ങനത്തെ ഓരോ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ എത്രത്തോളം അതിനെ ചിലപ്പോൾ വിമർശിക്കപ്പെട്ടാലോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു നിങ്ങൾ അഭിനയിക്കുമ്പോഴും അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴൊക്കെ? അല്ല, സ്ക്രിപ്റ്റ് എഴുതുമ്പം ഈ സബ്ജക്റ്റ് തീർച്ചയായിട്ടും ഇതൊരു സമൂഹത്തിൽ നിന്ന് കണ്ടെടുത്തൊരു സബ്ജക്റ്റാണ്. ഇതൊരു റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എഴുതിയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പം സ്വാഭാവികമായിട്ടും റിയൽ ആയിട്ടുള്ള ക്യാരക്ടർ വരും. പിന്നെ നമ്മുടെ ഇമാജിനേഷൻ, നമ്മുടെ ഫാൻറ്റസി എന്നൊക്കെ വരും. പിന്നെ നമ്മൾ കണ്ടവർ, കേട്ടവർ, അതൊക്കെ വരും. അപ്പം സമൂഹത്തിന്റെ ഒരു എന്താണ് ഒരു ചിത്രങ്ങൾ ഉൾപ്പെടെ സമൂഹത്തിന്റെ ഒരു കാരിക്കേച്ചറാണ്. അപ്പം ഒരുപക്ഷെ ഇച്ചിരെങ്കിലും സെൻസിറ്റീവ് ആകുമ്പോൾ കുറെ പേർക്ക് അത് ഹർട്ട് ചെയ്യുമോ എന്നുള്ള ഒരു പേടിയൊക്കെ. അങ്ങനെ ഹർട്ട് ചെയ്യാൻ പറ്റുന്ന എലമെന്റുകളൊന്നും ചെയ്തിട്ടില്ല. ഇത് രസകരമായി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ ഇതിനകത്ത് കോമഡിയൊക്കെ അത്യാവശ്യം വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പം രസകരമായി പറഞ്ഞിട്ടുള്ള ഹ്യൂമറിൽ പറഞ്ഞു ഒക്കെ പറഞ്ഞില്ലേ, വടക്ക് നോക്കി യന്ത്രമോ അല്ലെങ്കിൽ പൊന്മട്ടിടുന്ന താറാവ്, ആ ജോണറിൽ കണ്ടിരിക്കാവുന്ന ഒരു മനോഹരമായ സിനിമയാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ അകത്ത് ഒരു വിഷയം, ശക്തമായൊരു വിഷയം പറഞ്ഞിട്ടുണ്ട്. ഈ സാംസ്കാരിക കലകളിലൊക്കെ മുന്നിട്ടിരിക്കുന്ന ചാക്യാർകൂത്ത് പോലുള്ള കല 8ാം ക്ലാസ് മുതലൊക്കെ പഠിച്ചു തുടങ്ങിയ ആളാണ് എന്ന് ചേട്ടാ. അപ്പോൾ അത് എത്രത്തോളം ചേട്ടൻ ഒരു നടൻ എന്ന നിലയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? എനിക്ക് തോന്നുന്നു ഞാനതിനെ വേറൊരു ആംഗിളിലൂടെ കാണാൻ ശ്രമിക്കുന്ന വേറൊരു കാഴ്ച എനിക്ക് അഭിനയത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അത് എത്രത്തോളം അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, പ്രതിഫലിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ സാധാരണ അതൊരു ജോലിയല്ല. നമ്മളത് ഒരു ഞാൻ തന്നെ കടന്നു പോകുന്നൊരു പ്രവർത്തനം കൂടിയാണ്, അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് എന്നുള്ളതിനെ മനസ്സിലാക്കുന്നത് ഈ ആർട്ട് ഫോമിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടാണ്. നമ്മൾ തന്നെ അതിലേക്ക് ഇത് ചെയ്തു പോകുന്ന, നമ്മൾ തന്നെ അതിലെ ഒരു എക്സ്റ്റസി കണ്ടെത്തുന്ന ഒരു സ്ഥലമുണ്ട് എന്നുള്ളത് ഞാനിങ്ങനെ തിരിച്ചറിയുന്നത് ഈ ആർട്ട് ഫോമിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടാണ്. പിന്നെ അതേപോലെ അതിൻ്റെ സൂക്ഷ്മതകളെ കുറിച്ചിട്ട് കുറച്ചും കൂടെ ചിന്തിക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കാറുണ്ട്. ഞാൻ പറഞ്ഞ എനിക്ക് അത്രയ്ക്കൊന്നും ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല, കഥാപാത്രങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അതിൻ്റെ സൂക്ഷ്മതകളെയും അല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടെ ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ പണ്ടത്തെ നടന്മാർ ഒക്കെ എല്ലാവർക്കും ഒരു സാംസ്കാരികമായിട്ടുള്ള ഇങ്ങനെ സഹൃദയത്വവും ഇങ്ങനത്തെ കലാപശ്ചാത്തലവും ഇപ്പോൾ എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നെടുമുടി വേണുചേട്ടനെയും ഭരത് മുരളി, ഇവരെല്ലാവരും, ഗോപിച്ചേട്ടൻ, ഇവരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും നമ്മളുടെ
നമ്മളുടെ ആ കാലഘട്ടത്തിലൂടെ വന്ന എല്ലാ ഇപ്പൊ ഏറ്റവും സൂപ്പർ സ്റ്റാർസിനെ നോക്കിയാൽ പോലും അവർക്കെല്ലാം ഈ ഒരു കലാ പശ്ചാത്തലത്തിലൂടെ വന്നതിന്റെ ഒരു വലിയ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഗുണം ഉണ്ടാവുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലായത്. അപ്പം വിനീതേട്ടൻ അപ്പോൾ ഒരു മലയാള സിനിമയിൽ ഈ ഒരു നടന്മാരുടെ ഒരു കാറ്റഗറിയിൽ പ്ലേസ് ചെയ്യപ്പെടാനാണോ ആഗ്രഹിക്കുന്നത്? ആവട്ടെ. അപ്പം ഈ ഒരു 8ാം ക്ലാസ് മുതൽ ഞാൻ ഇത്രയും വർഷത്തോളം ചാക്യാക്കൂത്ത് കൊണ്ടുവന്നു, പക്ഷെ അതിനേക്കാളൊക്കെ പോപ്പുലാരിറ്റി സിനിമാ നടൻ എന്ന രീതിയിൽ വിനീതേട്ടന് കിട്ടുന്നുണ്ട്. അപ്പം ഈ പോപ്പുലാരിറ്റി വെച്ച് ഇപ്പോൾ അധികം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന കലാരൂപങ്ങളെ ഒന്ന് പരിപോഷിപ്പിക്കാൻ ശ്രമിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. ഞാനിപ്പോൾ എല്ലാ ഇന്റർവ്യൂകളിലും കൂത്തിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി ഞാൻ കുറേ നേരം സംസാരിക്കും. കൂത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങി. സെറ്റിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പാട്ട് തന്നെയായിരുന്നു പ്രധാന. നമ്മുടെ സിനിമയിൽ അഭിനയിച്ച ചേച്ചിയുടെ നമ്മളെ നാളൻപാട്ട് തമ്പായിയമ്മ അതിൻ്റെ അകത്ത് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അമ്മൂമ്മയായിട്ട്. അപ്പോൾ തമ്പായിയമ്മയും വിനീതുമായിട്ട് അങ്ങോട്ടും ഇങ്ങനെ പാട്ട് മത്സരമായിരുന്നു. കാവിലെ പാട്ട് മത്സരം പോലുള്ള ഒരു നാടൻ പാട്ടുകളൊക്കെ. ആ തമ്പായിയമ്മയ്ക്ക് കുറെ പാട്ടുകൾ അറിയാം. അപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട് ഇതൊന്ന് ഡോക്യുമെന്റ് ചെയ്തപ്പെടണമല്ലോ. കാരണം എന്തുമാത്രം കഥകളാ പറഞ്ഞുതരാന്നറിയോ. കഥകൾ പറയും. പിന്നെ ഇങ്ങനെ ചില ടങ് ട്വിസ്റ്റേഴ്സ് ഒക്കെ എനിക്ക് ഇങ്ങനെ പറഞ്ഞുതരും. അപ്പൊ ഇത് എനിക്ക് പറയാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ എന്നിട്ട് പിറ്റേ ദിവസം ഇത് ഞാൻ വീഡിയോ എടുത്തോണ്ട് ഞാൻ അവിടെ പോയിരുന്ന് ഞാൻ പഠിക്കും. ഞാൻ എന്നിട്ട് ഇത് പഠിക്കാനായിട്ട് ഞാൻ പിറ്റേ ദിവസം പറഞ്ഞു കേൾപ്പിക്കും തമ്പായിയമ്മയുടെ അടുത്ത്. അങ്ങനെ ടങ് ട്വിസ്റ്റേഴ്സ് അതിങ്ങനെ ഇങ്ങനെ എന്നോട് വെച്ച് തമ്പായ്മ വെച്ച് ഇത് പറയാൻ പറ്റുമോ വെച്ച് അക്രമുതുകത്തങ്ങൊരു താനത്താലത്തെങ്കയിൽ 60 നെരിയുണ്ട് 60 നെരിയാൽ ഒരു പെരുന്നരി മുതുകത്ത് 60 നിരയുണ്ട് ഒന്നുകൂടെ പറയാം. അക്രമുതുകത്തങ്ങൊരു താനത്താലത്തെങ്കയിൽ 60 നെരിയുണ്ട് 60 നെരിയാൽ ഒരു പെരുന്നരി മുതുകത്ത് 60 നിരയുണ്ട് 60 നിരയാൽ ഒരു പെരുന്നര പൊരിയുടെ പെരുമലയാ. അപ്പൊ അങ്ങനെ പിന്നെ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും തമ്പായമ്മ. അതൊക്കെ ഭയങ്കര രസാ. അതേപോലെ ഭയങ്കര എന്താ പറയാ അവർക്ക് ആ കാർഷിക സംസ്കാരത്തിന്റെ വലിയൊരു ഇതുണ്ട്. കാരണം അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിക്കും എങ്ങനെ ഈ പാട്ടുകളൊക്കെ അറിയണമെന്ന് ചോദിക്കും. അപ്പൊ പറമ്പിലും പാടത്തൊക്കെ ഇരുന്ന് പാടിയിട്ടാണ് മെയിൻ എന്റർടൈൻമെന്റ് തന്നെയാണ് അവര്. വടക്കം പാട്ടുകളുടെ ഒക്കെ ഒരു ഭയങ്കര സ്വാധീനവും അങ്ങനെയൊക്കെ ഉണ്ട് അവർക്ക്. ഇപ്പൊ നിസാമിക്ക് ഇപ്പോ ഇന്നത്തെ ഒരു തലമുറയ്ക്ക് ഇങ്ങനത്തെ കുറച്ച് കൾച്ചറൽ സംഗതികളൊക്കെ മിസ്സായി പോകുന്നുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായും അവര് ഈ പ്രത്യേകിച്ച് നമ്മുടെ മണ്ണിന്റെ മണം എന്നൊക്കെ പറയുന്ന ഒരുപാട് ഈ കാർഷിക സംസ്കൃതി, പിന്നെ അവിടെ ആണെങ്കിൽ കാസർഗോഡൊക്കെ ആണെങ്കിൽ ഈ തുളുനാടൻ കാർഷിക സംസ്കൃതി, അതൊക്കെ പാട്ടുകൾ കൊണ്ടും പിന്നെ കഥകൾ കൊണ്ടും ഒക്കെ മെനഞ്ഞെടുത്ത ഒരു ഭയങ്കര പരിസരമാണത്. അപ്പോൾ ഈ സാംസ്കാരിക പരിസരത്തിൽ നിന്നാണ് ഓരോ കലാകാരനും രൂപം കൊള്ളേണ്ടത്. വിനീതും അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ ഈ സിനിമയുടെ കഥാ പശ്ചാത്തലമാണെന്ന് കാസർഗോഡ് ഏരിയ ആണെന്ന് പറയുന്നത്. കാസർഗോഡ് അതിന്റെ ഒരു പരിചയം മാത്രമേ ഉള്ളൂ. അത് തിരഞ്ഞെടുക്കാൻ പ്രത്യേക കാരണമോ? പ്രത്യേകിച്ച് നമുക്കൊരു ഗ്രാമം വേണമായിരുന്നു. ഇപ്പൊ കഥ പറയാനൊരു നല്ല ഗ്രാമം വേണം. ടൂറിസം ഒക്കെ കടന്നു വരുന്നൊരു ഗ്രാമം. ടൂറിസത്തിൻ്റെ അതിപ്രസരമില്ല. അപ്പോൾ ഹൗസ് ബോട്ടുകളൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഒരു കായൽ തീര ഗ്രാമം വേണമായിരുന്നു. അവിടെ ഒരു നല്ലൊരു വീട് വേണം. അവിടെ സ്നേഹസമ്പന്നനായ ഒരു ഭർത്താവ്, അയാൾക്ക് 4 കുട്ടികൾ, അയാളുടെ മനോഹരിയായ ഒരു ഭാര്യ. ആ പരിസരത്ത് നിന്നിട്ടാണ് നമ്മൾ അയാൾക്കൊരു കൂട്ടുകാരൻ സുഭാഷ്, വിനീതിൻ്റെ ക്യാരക്ടർ. അപ്പം അവിടെ ഒരു ആശാ വർക്കർ. അപ്പം ഒരിടത്തൊരു ഫയൽവാൻ എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഒരിടത്ത് ആ കഥയുടെ ആ നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നു നമുക്ക് ഒരു വിഷയം പറയണമെന്നുണ്ടായിരുന്നു. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പോലെ ഇപ്പം ഏതൊരു കാര്യവും ആശയവും നടപ്പിലാക്കാൻ അതിനെ സന്നദ്ധരായ കുറച്ച് പ്രവർത്തകരാണ്. അവരാണ് ഈ ആശാ വർക്കർ എന്ന് പറയുന്നത്. അവർ ഈ സിനിമയിൽ ഒരു പ്രധാന ഘടകം പോലെ. ഇപ്പം ഗൗരിയുടെ കഥാപാത്രം അത് കണ്ട് ആശാ വർക്കർ. തീർച്ചയായിട്ടും ആശാ വർക്കർമാരെ സംബന്ധിച്ചിടത്തോളം ഈ സമൂഹത്തിന് ഇന്ന് അടിസ്ഥാനപരമായിട്ട് പ്രവർത്തനം ചെയ്യുന്ന ഒരു ഗ്രാമത്തിന്റെ അടിസ്ഥാന, അവരെ പറ്റി ഒരു സിനിമയിൽ അങ്ങനെ ഒരു ഗ്രാമത്തിന്റെ അടിസ്ഥാന ആരോഗ്യ പ്രവർത്തകയാണ് ആശ. അപ്പം ആ ഗ്രാമത്തിൽ എന്ത് നടക്കുന്നു എന്ന് ഏറ്റവും കൃത്യമായിട്ട്, ഇപ്പോൾ പോലീസ് കേസൊക്കെ എന്തെങ്കിലും ഒരു പോലീസ് ഇഷ്യൂ അല്ലെങ്കിൽ അങ്ങനെ ക്രിമിനൽ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ആ പോലീസുകാർ വിളിച്ച് ചോദിക്കുന്ന അവിടുത്തെ ആശാ വർക്കറോടാണ്. ഇത് സമൂഹത്തിന് അറിയത്തില്ല. അതുപോലെ തന്നെ ഈ കോവിഡ് വന്നപ്പോഴാണ് ഇവർ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കപ്പെട്ടത്. അതിനു മുമ്പേ അവരുണ്ട്. ഈ പ്രളയം വന്നപ്പം, കോവിഡ് വന്നപ്പം നമ്മുടെ വീടുകളിൽ മരുന്നെത്തിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള ക്വാറന്റൈൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിന് ചെയ്ത ആൾക്കാരാണ് ആശാ വർക്കർമാർ. അവർ ഈ സമൂഹത്തിൻ്റെ അനിവാര്യ ഘടകം കൂടെയാണ്. ഭാവിയിൽ അതായത് ഒരു ഗ്രാമത്തിൽ ഒരു ആരോഗ്യ പ്രവർത്തക എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ആശാ വർക്കർ വരുന്നത്. ഇത് സമൂഹത്തിൽ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു പ്രതിഫലനം ഗൗരി കിഷൻ അവതരിപ്പിച്ചിട്ടുള്ള ദിവ്യ എന്ന് പറഞ്ഞ ക്യാരക്ടറുണ്ട്. അപ്പോൾ ദിവ്യയെ സ്നേഹിക്കാൻ വേണ്ടി പുറകെ നടക്കുന്ന ആളാണ് നമ്മുടെ സുഭാഷിൻ്റെ ക്യാരക്ടർ. അത് ഒരു കാമുകൻ കൂടിയാണ്.
അപ്പൊ അങ്ങനെ ലവ് ട്രാക്ക് ഒക്കെ ഉണ്ടോ? അതെ ചെറുതായിട്ട് ലവ് ട്രാക്ക് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഹ്യൂമറായിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഈ സിനിമ ഉടനീളം നമുക്കൊരു എന്താണ് ഒരു സോഷ്യൽ സറ്റയർ ഒളിപ്പിച്ചിട്ടാണ് നമ്മൾ ഈ സിനിമ പറയുന്നത് തന്നെ. ഇപ്പൊ ഈ ചാക്യാർ കൂത്തിന്റെ ഒരു കോർ കോൺസെപ്റ്റ് തന്നെ ഈ ഒരു സറ്റയറിക്കൽ ഇതാണല്ലോ. അപ്പം അതേ രീതിയിലുള്ള ഒരു കഥാപാത്രമാണോ? അല്ല അങ്ങനത്തെ ഒരു കഥാപാത്രം എന്നൊന്നും പറയാൻ പറ്റില്ല. ഇയാളങ്ങനെ ഭയങ്കരമായിട്ട് സാറ്റയറിക്കൽ സോഷ്യൽ ബോധമുള്ള ഒരാളൊന്നുമല്ല. ഇപ്പോഴത്തെ ഒരു സ്വാഭാവികമായിട്ടൊരു എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ടൊക്കെ നിൽക്കുന്ന പെയിന്റ് പണിക്കൊക്കെ പോകുന്നു. ഭയങ്കരമായിട്ട് സമൂഹത്തെക്കുറിച്ചുള്ളൊരു ഇതോ അതൊന്നും ധാരണയുള്ള ഒരാളൊന്നുമല്ല. എന്തോ ആ ഒരു ഓളത്തിന്റെ പുറത്ത് പോകുന്നു എന്നുള്ള അവസ്ഥയ്ക്കാണ്. അതായത് പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞ സമയം അല്ലെങ്കിൽ പഠിത്തമൊക്കെ കഴിഞ്ഞ സമയം ജോലി കിട്ടുന്നതിന് മുമ്പുള്ള ഒരു ഇടവേള. ആ ഇടവേള സമയത്ത് കുറച്ച് സമയങ്ങൾ എങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ഒരു ഗ്രാമത്തിൽ ചെലവഴിക്കുന്നു എന്നതിൻ്റെ ഒരു സാക്ഷ്യം. അതാണ് ഈ ക്യാരക്ടർ. ഇപ്പം നിങ്ങൾ രണ്ടുപേരും എഴുത്തുകാരും കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു മലയാള സിനിമയിൽ എഴുത്തുകാരുടെ ഒരു പ്രസക്തി വളരെയധികം അനിവാര്യമായി നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എന്താണ് ഇപ്പം സിനിമയിലെ എഴുത്തെന്ന് പറഞ്ഞത് പല രൂപത്തിലാണ്. അതിപ്പോൾ നമുക്ക് എന്താണ് അതിന് വലിയ സാഹിത്യമോ വലിയ സാഹിത്യ സംഭാവനയൊന്നും ആവശ്യമില്ല. അപ്പോൾ ഈ സമൂഹത്തിൽ കാണുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ സമൂഹത്തിൽ തന്നെയുണ്ട് കഥകൾ. ആർക്കും ഒരു കഥാകാരനാവാം. പഴയ നമ്മുടെ മുത്തശ്ശി കഥകൾ മുതൽ ചാക്യാർ കൂത്ത് മുതൽ അങ്ങനെ ഓട്ടംതുള്ളലുകൾ, ആ പ്രസ്ഥാനങ്ങളിലൂടെ കഥ പറയുന്ന പല രീതികളിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതെല്ലാം സമൂഹത്തിൽ നിന്നും പിന്നെ കണ്ടെടുത്ത കഥകളാണ്. അപ്പോൾ സമൂഹത്തിൽ തന്നെയുണ്ട്. സമൂഹമാണ് നമ്മുടെ അസംസ്കൃത വസ്തു. അവിടെ തന്നെ ഉണ്ടെല്ലാം. വിനീതേട്ടൻ എന്താണ് സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ളതിൻ്റെ ഒരു ആ പ്രവൃത്തി ഭയങ്കര നമ്മുടെ സമൂഹത്തിനെ സ്വാധീനിക്കാൻ പറ്റുന്നതും ഒരുപാട് ആളുകളെ നമുക്ക് സന്തോഷിപ്പിക്കാൻ തന്നെ പറ്റുന്നൊരു കാര്യമല്ലേ കഥ പറച്ചിൽ എന്ന് പറയുന്നത്. അതിപ്പോൾ സിനിമയിലായാലും ഞാൻ പറഞ്ഞ കൂത്തിലായാലും ഏതിലായാലും ഈ സ്റ്റോറി ടെല്ലിംഗ് ഇപ്പോഴും കോമ്പിനേഷൻസ് ആണ്. നമ്മൾ കണ്ടിട്ടുള്ളതും കണ്ടു മറന്നിട്ടുള്ളതും അല്ലെങ്കിൽ ഇനി കാണാൻ പോകുന്നതുമായിട്ടുള്ള ഈ കോമ്പിനേഷൻസ് തിരിച്ചും മറിച്ചിട്ടിട്ട് നമ്മൾ ഒരു കോമ്പിനേഷൻ പരിപാടി നടത്തി നോക്കുകയാണ് ഇതിനകത്ത്. അപ്പോൾ ഇത് ചിലപ്പോൾ ഇതിന് പുതുമ എന്നൊക്കെ പറയണത് ചിലപ്പോൾ ഇത് തന്നെ നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ തന്നെ ചെയ്യുന്നത്. ഈ പ്രണയം എന്ന് പറയുന്നത്, പ്രണയത്തിൽ എന്താ പുതുമ എന്ന് വെച്ചാൽ പ്രണയം തിരിച്ചും മറിച്ച് നമ്മൾ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കഥകൾക്ക് അപ്പം അതുകൊണ്ട് എല്ലാ കഥകൾക്കും സാധ്യതകളുണ്ടാവും. ആ കോമ്പിനേഷൻസിനെയാണ് നമ്മൾ തെരഞ്ഞു പിടിക്കേണ്ടതെന്ന് തോന്നുന്നു. ആ ഉണ്ടാക്കുന്ന സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലം ഒരുപാട് ആളുകൾക്ക് പ്രതീക്ഷയും പ്രത്യാശയും അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളും അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് സമൂഹത്തിന് വളരെയധികം സ്വാധീനിക്കാനുള്ളൊരു കഴിവുണ്ട്. ഒരു വലിയ ഒരു ഇതുണ്ട്, ഉത്തരവാദിത്ത ഇതുള്ള ഒരു പ്രൊഫഷനാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് സ്റ്റോറി ടെല്ലിംഗ്. അപ്പോൾ അതിന് വളരെ സെൻസിബിലിറ്റി ഉണ്ടാവണം, വളരെ ഇമോഷണലി സെൻസിബിൾ ആയിരിക്കേണ്ടി വരും. അപ്പോൾ അതേപോലെ തന്നെ ധാർമ്മികതയെ കുറിച്ചിട്ട് മനസ്സിലാക്കണം, സമൂഹത്തെക്കുറിച്ച് മനസ്സിലാക്കണം. അങ്ങനെ എല്ലാം കൂടെ ഉൾപ്പെട്ടിട്ട് എല്ലാത്തിലും ടേസ്റ്റുകളും ഒക്കെ കൂടെ ഇത് ചെയ്തിട്ടാണ് സിനിമയിലേക്ക്, അത് എന്ത് തരം സിനിമ എടുക്കുന്ന ആളായാലും ഒക്കെ എത്തുന്നത് അതിൽ നിന്നാണ്. എല്ലാത്തിൽ നിന്നും കിട്ടുന്ന സാധനങ്ങളിൽ നിന്നാണ് എത്തുന്നത്. അപ്പോൾ നല്ല ഒബ്സർവേഷൻസും നല്ല വായനയും അതുപോലെ തന്നെ നല്ല പെർമിബിലിറ്റി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മളെല്ലാത്തിനെയും ഉള്ളിലേക്ക് എടുക്കുക, കൃത്യമായിട്ട് എടുക്കുക, അതെ ആ കടത്തി വിടുക നമ്മുടെ ഉള്ളിലേക്ക് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അതൊക്കെ ഒരു സ്റ്റോറി ടെല്ലറിന് വളരെ ഇത് വേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ റൈറ്റേഴ്സ് വളരെ എസെൻഷ്യലാണ്. നല്ല റൈറ്റേഴ്സ് ഉണ്ടാകുമ്പോഴാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇത് ഉണ്ടാവുള്ളൂ, സിനിമകൾ ഉണ്ടാവുള്ളൂ സിനിമകളെ സംബന്ധിച്ചിടത്തോളം. വിനീതേട്ടൻ കണ്ടുപിടിച്ച നസ്ലന്റെ പ്രേമലു എന്ന് പറഞ്ഞ ചിത്രം തിയേറ്ററുകളിൽ വളരെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ചിത്രമൊക്കെ കണ്ടിരുന്നോ? അതിന്റെ ഞാൻ കണ്ടുപിടിച്ചൊന്നും ഇല്ലട്ടോ. അങ്ങനെ അതായത് എന്താ വെച്ചാൽ അവൻ ഓഡിഷൻ ചെയ്യാൻ വന്നപ്പോൾ ഫസ്റ്റ് ഞങ്ങളിങ്ങനെ കുറേ പേര് തിരിഞ്ഞു നിന്നിട്ട് ഒരു ഗ്രൂപ്പായിട്ടാണ് ഓഡിഷൻ ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് എൻ്റെ അടുത്തേക്കായിരുന്നു, ഞങ്ങളുടെ അടുത്തേക്കായിരുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ അവനെ കൊണ്ടൊന്നും ചെയ്യിപ്പിച്ചില്ല. കാരണം ഞങ്ങൾക്ക് എന്തോ ഒരു ഇത് തോന്നി, അത് എന്തോ ഒരു എലമെന്റ് നമുക്കറിയില്ല, അവൻ്റെ ഒരു സത്യസന്ധമായിട്ടുള്ള എന്തോ ഒന്ന് മുഖത്ത് ഫീൽ ചെയ്തതായിരുന്നു ഒരു കാര്യം. പക്ഷെ അതിൻ്റെ അപ്പുറം കടന്നിട്ട് പിന്നെ പ്രോസസ്സുകൾ കുറെ കടന്നിട്ടാണ് അവൻ തണ്ണീർമത്തലിലെ ഒരു പ്രധാന വേഷം ചെയ്യുന്നത്. ഇപ്പൊ പ്രേമലുവിലേക്ക് എത്തുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം മാറ്റം മുഴുവൻ കണ്ട ഒരാളെന്ന്. അതെ ഞാൻ എല്ലാ സിനിമകളിലും അവന്റെ ഇത് കാണുന്നുണ്ട്. ഈ സിനിമയിൽ എത്തിയപ്പോഴും എനിക്ക് ഭയങ്കര എന്താ പറയാ, അതും ഗിരീഷിന്റെ സിനിമയിൽ തന്നെയല്ലേ, ഗിരീഷിന്റെ സിനിമയിലൂടെ വന്ന് ഗിരീഷിന്റെ സിനിമയിൽ തന്നെ ഒരു നായകനായിട്ട് നിൽക്കുക, അത് ആ പ്രോസസ്സ് ഭയങ്കര എളുപ്പമാണെന്ന് എല്ലാവരും വിചാരിക്കും. അതൊട്ടും എളുപ്പമൊന്നുമല്ല. കാരണം ഭയങ്കരമായിട്ടുള്ള ഡിസിപ്ലിൻ അവൻ അതിനകത്ത് പുലർത്തിയിട്ടുണ്ട്. വെറുതെ അവന് കുറേ സിനിമകൾ വന്നിട്ടുണ്ടാവും, കുറേ ഓഫേഴ്സും എല്ലാം വന്നിട്ടുണ്ട്. പക്ഷെ അവൻ വളരെ കൃത്യമായിട്ട് അവൻ ഇന്നത് മതി എന്ന് തീരുമാനിക്കുന്നിടത്തുള്ള അവന്റെ ടേസ്റ്റ്, അത് ആ സെലക്ഷൻ ഉണ്ടാവുന്നതും ഒരു സുപ്രഭാതത്തിലല്ല, അതും പതുക്കെ പതുക്കെ സംഭവിക്കുന്നൊരു നമ്മളുടെ നല്ല ഇതുണ്ടാക്കിയെടുക്കണം, ടേസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു ഇത് ഉണ്ടാവണം. പിന്നെ അതേപോലെ ഡിസിപ്ലിൻ ആയിരിക്കണം.
കൃത്യമായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ അവൻ അതിനകത്ത് കീപ്പ് ചെയ്തുകൊണ്ടുണ്ട്. തീർച്ചയായും. ഇപ്പം സക്രിയയുടെ ഗർഭിണികൾ പോലെ ഒരു സ്റ്റേറ്റ് അവാർഡ് വിന്നർ മൂവി എഴുതിയ ആളാണ്. അപ്പോൾ അതുപോലൊരു സീരിയസ് ടോപ്പിക് തന്നെ ആയിരിക്കുമോ ഈ? അല്ലല്ല, സക്കരയുടെ ഗർഭിണികൾ പിന്നെ അതിലെ പ്രധാനമായിട്ട് സംഭാഷണമാണ് ഞാൻ എഴുതിയത്. അപ്പോൾ പിന്നെ അതുപോലൊരു മൂവിയല്ല തീർച്ചയായിട്ടും. സക്കരയുടെ ഗർഭിണികൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് സിനിമയെ സമീപിച്ചൊരു, അല്ല സീരിയസ് ആയിട്ട് പറഞ്ഞൊരു കഥയാണ്. പക്ഷേ ഇത് ഭയങ്കര ഹ്യൂമറായിട്ട് വളരെ രസകരമായിട്ട്. പൊതുവിൽ നിസാമിക്ക് ഗർഭം എന്നുള്ളത് എന്തെഴുതിയാലും അതിൻ്റെ അതെല്ലാം ഗർഭം ഗർഭം വിട്ടൊരു കളി. ഈ മറ്റേ സ്വാതി തിരുനാളിന്റെ ഒക്കെ ഗർഭശ്രീ എന്നൊക്കെ വിളിച്ചത് നാട്ടുകാരങ്ങനെയും ട്രോളാൻ സാധ്യതയുണ്ട്. ഇനി ഗർഭ ട്രിലജി വരെ ഇറക്കാനുള്ള അടുത്തൊരു സിനിമയിൽ വലിയ വിറ്റെന്താണെന്നറിയാം. ഞാനിപ്പോൾ ഒരു GCC ദുബൈയിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിനിമ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് അറബി ഭാഷയിലാണ് വരുന്നത്. അതിൻ്റെ അതും ഗർഭം അറിയാതെ അങ്ങനെ ആയി പോകുന്നതാണ്. ഇപ്പോ വിനീതേട്ടൻ ഒരു നടൻ എന്ന നിലയിലാണോ, ഒരു സംവിധായകൻ എന്ന നിലയിലാണോ, ഒരു എഴുത്തുകാരൻ എന്ന നിലയിലാണോ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആ ഒരു പ്രൊഫഷൻ? നടൻ എന്നുള്ള രീതിയിലാണ്. തീർച്ചയായും. അത് ഭയങ്കര ഞാൻ ആസ്വദിക്കുന്ന ഒരു പ്രോസസ്സാണ്. വിനീതിലൊരു നല്ല നടനുണ്ട്, ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. തള്ളുകയല്ല കേട്ടോ, ഈ പറഞ്ഞ പോലെ ഈ സൂക്ഷ്മാഭിനയമുണ്ട്. അത് ജന്മസിദ്ധമായി കിട്ടിയതൊക്കെ ആയിരിക്കാം. ചാക്യാർ കൂത്തിലൂടെയും അങ്ങനെയൊക്കെ കിട്ടിയതായിരിക്കാം. ഗായകനും കൂടിയാണ്. അതെ, അത് പാട്ടും പാടും നടനുമാണ്, സർവകലാ വല്ലവനാണ് വിനീത്. ഈ പറഞ്ഞ പോലെ ഗിരീഷ് ഏട്ടനും ആ ഒരു ഗ്യാഗ് എല്ലാം നിങ്ങളെല്ലാം അഭിനയമോഹം കൊണ്ട് എഴുത്തുകാരായവരാണോ? അല്ലല്ല, ഗിരീഷ് ഓൾറെഡി ഫിലിം മേക്കിംഗ് എന്നുള്ളതിലാണ് അൾട്ടിമേറ്റ് ആയിട്ട് ചിന്തിച്ചിരുന്നതും ചെയ്യാൻ. ഞാൻ നടനാവാൻ വേണ്ടിയിട്ടാണ് സംവിധാനം ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ ഷോർട്ട് ഫിലിംസ് ഒക്കെ സംവിധാനം ചെയ്യാൻ തുടങ്ങിയത് എനിക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അഭിനയിക്കാൻ അന്ന് വളരെ മോശമായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞതുകൊണ്ടും ഞാൻ കൂടുതൽ സംവിധാനത്തിലേക്ക് തിരിഞ്ഞപ്പോൾ സംവിധാനത്തിൽ നമുക്ക് ഭയങ്കര സാധ്യതകൾ, കുറേ കാര്യങ്ങൾ നമുക്ക് ഈ അതോറിറ്റി അല്ല, എനിക്ക് അതോറിറ്റി അങ്ങനത്തെ വാക്കുകളേക്കാൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഭയങ്കര ഒരു ക്രിയേഷൻ ശരിക്കും നടക്കുന്നത് ഇവരുടെ അകത്താണ് ഇതെല്ലാം നടക്കണം. ഒരു സംവിധായകന്റെയും എഴുത്തുകാരന്റെയും അപ്പോഴും നമ്മൾ അധികാരത്തെ പറ്റി പറയുന്നത് ക്യാപ്റ്റൻ ആവുക എന്നുള്ളതൊക്കെയാണല്ലോ. നമ്മളൊരു കാര്യം സൃഷ്ടിക്കുക എന്നുള്ള ഒരു ഭയങ്കര പ്രോസസ്സാണത്. അത് ഒരു ബ്ലാങ്ക് പേജിൽ നിന്ന് ഒരു സാധനം ഉണ്ടാക്കിയെടുത്തിട്ട് അതിന് ഇങ്ങനെ ഇത് കൊടുത്ത് നമ്മൾ ഇതിനെ കണ്ട് അത് കഴിഞ്ഞിട്ട് അതിൽ ആക്ടേഴ്സ് കടന്നു പോകുന്നു എന്നല്ലേ ഉള്ളൂ. അതിനുള്ള ഒരു ഇത് ഉണ്ടാക്കുന്നതൊക്കെ ചാനൽ ഉണ്ടാക്കുന്നതൊക്കെ ഈ റൈറ്ററും സംവിധായകനും ഈ ഇവരൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു പ്രോസസ്സാണ്. അതിൽ പല കാര്യങ്ങളും വരുന്നു. പല നമ്മളെ എല്ലാ കാര്യവും റിഫ്ലക്ട് ചെയ്യും അതിനകത്ത്. നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ഒരു സോഷ്യൽ അനിമലായിട്ട് എങ്ങനെ, അതൊക്കെ റിഫ്ലക്ട് ചെയ്യും നമ്മുടെ ഈ പ്രോസസ്സിൽ കൂടെ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ കുറച്ചും കൂടെ ബെറ്റർ ഹ്യൂമൻ ബീങ് ആവണം എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അതൊരു ഡയറക്ഷൻ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിരിക്കുന്നത് എനിക്ക് ഇന്ന കാര്യത്തിൽ ഇത് മാറ്റണം, എനിക്ക് ഇന്നത് മാറ്റണം, അങ്ങനെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്. സ്വയം റിഫ്രഷ് ചെയ്യാൻ പറ്റും എഴുത്തിലൂടെ. അതെ, എഴുത്തിലൂടെയുള്ള വലിയൊരു പ്രോസസ് അതാണ്. ഇപ്പോൾ പൂവൻ എന്ന് പറയുന്ന ചിത്രം പഠിപ്പിച്ചൊരു പാഠം എന്താണ് വിനീതേട്ടന്? നമ്മളെ ഭയങ്കര ഒറിജിനൽ ആയിട്ടിരിക്കുക. നമ്മളുടെ ഭയങ്കര ഒറിജിനൽ എന്താണോ അതിൽ ഭയങ്കരമായിട്ട് സ്റ്റിക്ക് ചെയ്യുക. അതിന് എവിടെയും നമ്മൾ ഇത് ചെയ്ത് കൊടുക്കരുത്. അതായത് ലൈക്ക് അതിന് നമ്മൾ തന്നെ കേട്ടോ അതിൻ്റെ ഡിസ്ട്രാക്ഷൻസിൻ്റെ ഏറ്റവും പ്രധാന കാരണം. നമുക്കിന്ന് ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഒരുപാട് നിറഞ്ഞോടുന്ന സിനിമകൾ, ഇതിൻ്റെ ഒരു ബിസിനസ്, ഇതിനൊക്കെ നമ്മുടെ തലയിൽ കൂടെ ഇങ്ങനെ പോകും. അപ്പോൾ അൾട്ടിമേറ്റ്ലി ചിലപ്പോൾ നമുക്ക് തോന്നാം ഈ സിനിമ അടുത്തൊരു സിനിമ ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടി മാത്രം തന്നെ സിനിമ ചെയ്യണോ, ഈ കാണാൻ വരുന്ന ആളുകളെ ഇതൊക്കെ കൺസിഡർ ചെയ്യണോ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ട്. സ്റ്റിക്ക് ഓൺ യുവർ ഇൻറ്റ്യൂഷൻസ്, അതിൽ ഉറച്ചു നിൽക്കാൻ പറ്റുക, അതാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠങ്ങൾ. ആക്ച്വലി ചേട്ടൻ ഇപ്പോൾ എഴുത്തിൽ പ്രശോഭിച്ചു, ഇനിയിപ്പം സംവിധാനം അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ? ഞാൻ കൂടെ സംവിധാനം ചെയ്യാൻ വേണ്ടിയിരുന്ന സിനിമയാണ് ഇത്. പിന്നെ എനിക്കൊരു ഘട്ടം വന്നപ്പം അത് സംവിധാനം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പം ഞാൻ അതിൽ നിന്ന് മാറിയെന്നേ ഉള്ളൂ. തക്കാലം ഇപ്പം സംവിധാനത്തിലില്ല, എഴുത്തിൽ തന്നെ കുറച്ച്. ഏതായാലും ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയാണ്. എത്രത്തോളം പ്രിയങ്കരമാവുന്നു ആ ചിത്രം? ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു വളരെ ചെറിയ സിനിമയാണെങ്കിലും അതിനകത്ത് പല മേഖലകളിലും എല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള ആളുകൾ വർക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പം അതുകൊണ്ട് അതുപോലെ തന്നെ ഇതിലെ ഒരു സട്ടിൽ ഹ്യൂമർ ഇതെല്ലാം ഉണ്ട്. ഒരു ആളുകൾക്ക് കണ്ടിരുന്ന് രസിച്ച് കാണാൻ പറ്റുന്ന, എന്നാൽ പെട്ടെന്ന് മറന്നു പോകാൻ പറ്റാത്ത, മറക്കാൻ സാഹചര്യമില്ലാത്ത ഒരു വിഷയവും ഉണ്ട് അതിനകത്ത്. അപ്പം അതുകൊണ്ട് ആ സിനിമ ആളുകളിലേക്ക് കൂടുതൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു.
തീർച്ചയായിട്ടും ഇത് ഈ സിനിമയുടെ കണ്ടന്റ് തന്നെയാണ് എൻ്റെ ഒരു ഇത്. അപ്പം അതിനു വേണ്ടിയിട്ട് എല്ലാ ആക്ടേഴ്സും വളരെ മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഈ സിനിമ കാണുക, നിങ്ങൾക്കൊരു നിരാശപ്പെടുത്തുന്ന ഒരു അനുഭവം എന്തായാലും സിനിമയിൽ നിന്ന് ഉണ്ടാകത്തില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണുക. തീർച്ചയായും. ഏതായാലും നമുക്ക് വിനീതേട്ടൻ കോളേജിനെ മുഴുവൻ ഇളക്കി മറിച്ചൊരു ഗായകനായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ആ ഒരു ഗാനത്തിലൂടെ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ ഇന്റർവ്യൂ? അതൊരു പാട്ട് കോളേജ് മൊത്തം ആ പാട്ടിനി പാടി കഴിഞ്ഞാൽ ആൾക്കാർ ഒരു 2 വർഷമായിട്ട് ഇയാൾ ഈ പാട്ട് നിർത്തിയില്ല, ഇത് തന്നെ പാടിക്കൊണ്ടിരിക്കുകയാണോ പാട് കേൾക്കട്ടെ. ഇനി 2ാം വർഷമായിട്ടും ഈ പ്രേമലും ഇറങ്ങി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാനിവിടെ ഇപ്പോഴും കരിമിഴിക്കുരു പിടിച്ചോണ്ടിരിക്കാന്ന് പറയൂട്ടോ ആൾക്കാർ. എന്റെ അടിയിലെ കമന്റ്സ് മൊത്തം അങ്ങനെ ഇരിക്കും. അല്ല, ആരാധകരുണ്ടായിരുന്നു, അപ്പൊ കുഴപ്പമില്ല. ഓക്കെ. കരിമിഴിക്കുരുവിയെ കണ്ടീല, നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടീല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടീല, കാവിൽ വന്നീലാരാ പൂരം കണ്ടീല, നാണക്കൈ കൊട്ടും നിൻ മേളവും കേട്ടീല, കരിമിഴിക്കുരുവി കണ്ടീല, നീ ചിരിമണി ചിലമ്പൊലി കേട്ടീല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടീല. ലാൽജോ സാർ അപ്പുറത്തിരിപ്പുണ്ട്. ഞാനത് ആലോചിച്ചു. ലാൽജോ സാറ് ഞാൻ ആദ്യം കണ്ടപ്പോ സാറിനോട് ഞാൻ പറഞ്ഞ സാറേ ഞാൻ കരിമിഴിക്കുരുവി ഒന്ന് കൈവച്ചിരുന്നു. അല്ലല്ല, സാറിനെ വിളിച്ച് പാടി. അല്ല ഇല്ല, ഞാൻ പാടിയിട്ടില്ല. സാറ് പടം കണ്ടിരുന്നു എന്ന് പറഞ്ഞു. ലാൽജോ സാർ എൻ്റെ അത് മനോഹരമായിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. നല്ല ഒരു സമൂഹത്തിൻ്റെ ഏതാണ് ഒരു സമൂഹത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. നല്ലൊരു ക്യാരക്ടർ. 2 സംവിധായകരാണ് അപ്പം ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത് അല്ലേ? 2 സംവിധായകർ അഭിനയിച്ചിട്ടുണ്ട്, വിനീത് വാസുദേവും പിന്നെ ലാൽ ജോസും. ഏതായാലും ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം ജനങ്ങൾ ഇരുകയും നിരീക്ഷിക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.